രാജിവെച്ചു. അയാള് വെക്കണം. ടു ലേറ്റ് ആണ്. ഇതിനു മുന്നേ അയാളെ എടുത്ത് പുറത്തെറിയേണ്ട കേസാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര ടു ലേറ്റ് ആണ്. ഇത് തന്നെ ഒരു കൈൻഡ് ഓഫ് ടാക്ടിക്സ് ആണെന്ന് ഞാൻ സ്ട്രിക്ട്ലി ബിലീവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു റെഗുലർ ഡ്രാമ ഉണ്ടല്ലോ, ലൈക്ക് ഒരു സിമ്പതി എമ്പതി ഒക്കെ പിടിച്ചു പറ്റാനുള്ള ഒരു സാധനം. ആളുകളുടെ മുമ്പേ ഭയങ്കര നല്ല മനുഷ്യനാണെന്നും ഭയങ്കര എന്താ പറയാ നന്മയുടെ നിറകുടമാണെന്നൊക്കെ കാണിക്കാനുള്ള ഒരു വളരെ സാധാരണ ഒരു നിഷ്കളങ്കനാണെന്ന് കാണിക്കാനുള്ള കുറെ ശ്രമങ്ങളുണ്ട്. അതിന്റെയും കൂടെ എലമെന്റ് ഇതിനകത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് പേഴ്സണലി വിസിബിൾ ആവുന്നുണ്ട്. എന്നെ പോലെ പല സർവൈവേഴ്സിനും വിസിബിൾ ആവുന്നുണ്ട്. പക്ഷെ രാജിവെക്കുന്ന ഹി ടോട്ടലി ഡിസേർവ് ഇറ്റ്. അയാള് രാജി മാത്രമല്ല, എന്താണ് അയാളെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യണം. കാരണം നമ്മളെ പോലുള്ള 100,000 സർവൈവേഴ്സിന്റെ ഡ്രീമില് ചവിട്ടി കയറി നിന്ന് ഉണ്ടാക്കിയ പദവിയാണ് ഇന്ന്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ സ്പേസ് കൊടുക്കുന്ന ആളുകളെയും കൂടെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം. കാര്യം ഇങ്ങനെയുള്ള ആളുകളെ സ്പേസ് കൊടുക്കുകയും മറ്റ് കഴിവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളുകളെടുത്ത് പുറത്ത് ചവിട്ടിക്കളയുകയും ചെയ്യുന്നതൊക്കെ ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദയവ് ചെയ്ത് ഇയാളെ വിഷയങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരു തരത്തിൽ മറ്റുള്ള ആളുകൾ കാണുക എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയിൽ തന്നെ ഇയാളെ ബാൻ ചെയ്യണമെന്ന്, ഒരു കൾച്ചറൽ സ്പേസസിലും ഇങ്ങനെയുള്ള അബ്യൂസസിന് സ്പേസ് കൊടുക്കരുത് എന്നും കൂടെ ഉണ്ട്. ആരോപണം ഉന്നയിക്കപ്പെട്ട ഉടനെ തന്നെ രാജിവെച്ചു. അപ്പോൾ അതിനർത്ഥം അദ്ദേഹത്തിന് എന്തോ ഭയപ്പാടുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യാജാരോപണമൊന്നുമില്ലെന്ന് ഏതാണ്ട് വ്യക്തമാണ്. അപ്പൊ ആ പ്രശ്നത്തിൽ നിയമപരമായി കൂടി നീങ്ങുമോ? ഞാൻ നിയമപരമായിട്ട് ഇപ്പം അങ്ങനത്തെ ഒരു ഡിസിഷൻ ഒന്നും തന്നെ ഇപ്പൊ നിലവിൽ ഇല്ല. എനിക്കറിയില്ല ഭാവിയിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞ പോലെ എന്റെ കരിയറിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണത്, സെൽഫിലാണ്. നമുക്ക് ഈ നിയമപരമായിട്ട് ഇറങ്ങുമ്പോൾ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സും അതിനുവേണ്ടി കൊടുക്കാനുള്ള സമയം, ബേസിക്കലി അതിനുവേണ്ടി കൊടുക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം, ആ സോഴ്സുകളൊക്കെ നമുക്ക് ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ അതിനുവേണ്ടി ഇറങ്ങി കുറച്ചുകൂടെ നമ്മൾ ട്രോമാറ്റിക് ആണ്, ഓൾറെഡി ട്രോമാറ്റിക് ആണ്. ഇനി അത് എടുക്കാൻ വയ്യാത്തോണ്ടാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഭാവിയിൽ ഒരു അഷുറൻസ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു റേ ഓഫ് ഹോപ്പ് തോന്നിക്കഴിഞ്ഞാൽ, ഒരു ഹോപ്പ് എനിക്ക് എവിടെയെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ സമാധാനം, പ്രധാനമായി എന്റെ സമാധാനവും എന്റെ തൊഴിലും എന്റെ സ്വപ്നങ്ങളും സെക്യൂരിറ്റി ഉണ്ടാവും എന്നുള്ളൊരു സാധനം, കംഫർട്ട് ഉണ്ടാവും എന്നുള്ളൊരു അഷുറൻസ് എനിക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തും അല്ലെങ്കിൽ വേറെ ഈ പറയുന്ന പല സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഞാൻ ഇതിന് ഇറങ്ങാണ്ടിരിക്കണം എന്നുള്ളതാണ്. ആരോപണം ഉന്നയിച്ചതിന് ശേഷം തുറന്നു കാട്ടപ്പെട്ടു, ആ വ്യക്തിയെ തുറന്നു കാട്ടപ്പെട്ടു. പക്ഷെ നിയമപരമായി കൂടി അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അത് ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. അത് ഫുള്ളി എന്റെ ഹാൻഡിലല്ല. എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ എന്റെ കംഫോർട്ടിന്റെ കാര്യം, ഞാനൊരു ഇൻഡിവിജ്വലും കൂടെ ആണല്ലോ. കുറച്ച് വർഷമേ ഞാൻ ഇവിടെ ജീവിക്കുള്ളൂ. അപ്പം അതിനിടയിൽ എനിക്ക് കളയാനുള്ള സമയവും പ്രധാനമായിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ മെലോഡ്രാമ കണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ റെസ്പോൺസും എനിക്കിനി വയ്യ. ഇത് മീഡിയയിലും എല്ലായിടത്തും ഇങ്ങനെ വരുന്നതും, അയാൾ ഓരോ ഫിലിമിൽ ഇങ്ങനെ ഒന്നാലോചിച്ച് നോക്കും. ഞാൻ ഈ തിയേറ്ററിനകത്ത് ഇരിക്കുമ്പോൾ എല്ലാ ഫിലിമിലും ഇദ്ദേഹം ഒരു ടൈമിൽ പറഞ്ഞത്, ഇയാൾ ഫിലിമിൽ വരുന്ന എനിക്ക് പ്രശ്നമാണ്, അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് അങ്ങനെ അല്ലാതെ അതിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിയേറ്ററിൽ നമുക്ക് ഓരോ മൂവിയിൽ ഇയാൾ ഓരോ സീൻ ബൈ സീനിൽ വരുമ്പോഴൊക്കെ ഓരോ സർവൈവേഴ്സിനും അത് തോന്നുന്നുണ്ട്. അയാൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മൾക്കിവിടെ അയാളുടെ ടാലന്റോ അയാൾ സോക്കോൾഡ് മഹാനടനോ ഇതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഹീസ് നോട്ട് എ ഗുഡ് ഹ്യൂമൻ ബീങ്, ഹീസ് ആൻ അറ്റാക്കർ. നമ്മളെപ്പോലുള്ള 100,000 ആളുകളുടെ സ്വപ്നത്തിൽ ചവിട്ടി നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് അയാൾക്ക് ഇവിടെ കിട്ടുന്ന എല്ലാ തരത്തിലുള്ള പ്രിവിലേജും. അത് കട്ട് ചെയ്ത് കളയാൻ ഇവിടെയുള്ള ഓരോ പൊളിറ്റിക്കൽ, അതായത് പൊളിറ്റിക്കൽ സ്റ്റാൻഡിലുള്ള ഓരോ ആളുകളും, അത് ബീറ്റ് പുതിയ ഡയറക്ടേഴ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ദയവേത് ഇതൊക്കെ മനസ്സിലാക്കണം. അല്ലാതെ അവർക്ക് വീണ്ടും ഇനിയും അയാൾക്ക് കൊടുക്കാൻ 100,000 ഓപ്പർച്യൂണിറ്റീസ് അയക്ക് കൊടുക്കാൻ ഇവിടെ ആൾക്കാർ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ തുറന്നു പറച്ചിലിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഈ ടൈമിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് ഇതുപോലെ വേറെ പല കോളും അനോണിമസ് ആയിട്ട് വരുന്നു, അൺനോൺ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അത് ഇവർ വഴിയാണ് നമുക്ക് 100% അറിയാം. കാരണം മ്യൂച്വൽ ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ അവർ സംസാരിക്കുന്നു. സോ ഈ ടൈമിൽ അത് ഡെഫിനറ്റ്ലി തോന്നിയിട്ടില്ല. ഈ ടൈമിൽ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത് ഒരു ചെറിയൊരു ഷിഫ്റ്റ് ഓഫ് ചേഞ്ച് ഇവിടെ ഉണ്ട്. സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും ഒക്കെ ആ ഒരു അറ്റാക്ക് നേച്ചർ ആണെങ്കിലും ആളുകൾ സംവെയർ ദേ ആർ റെഡി ടു ലിസൺ. ഇവർക്ക് എന്താ പറയാനുള്ളത് ഒന്ന് ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ പഠിക്കാം എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു, നമുക്ക് ഒബ്വിയസ്ലി 1 to 2% അവിടെ കിടപ്പുണ്ട് അല്ലാത്ത കുറെ ആളുകൾ നമ്മളെ മോശമായിട്ട് കരുതുന്ന ആളുകൾ. പക്ഷെ ഒരു ചേഞ്ച് ഇല്ലെന്ന് പറയാൻ പറ്റൂല. ചേഞ്ച് തുടങ്ങി. ഉണ്ട്. എന്റെ സുഹൃത്തുക്കൾ തന്നെ ഇപ്പൊ ആക്ടേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, നിലവിൽ കയറി വരുന്ന ആൾക്കാരുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു ഹോട്ടൽ പണ്ട് മാമാമിയ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഇയാൾ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് സ്ത്രീകളടക്കം ഞാനിത് ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്ത സമയത്ത് അവരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ ചെയ്ത അപ്രോച്ചുകൾ പല ഫാക്ടേഴ്സ് കൊണ്ട് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. വീട്ടിൽ സപ്പോർട്ട് സിസ്റ്റം ഇല്ല, മേ ബി മാരീഡ് ആയിരിക്കാം,
അവരുടെ കുറെ വിഷയങ്ങൾ പേഴ്സണലി കുറെ മാരീഡ് ആയതുകൊണ്ടൊക്കെ തന്നെ കുറെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇഷ്ടംപോലെ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്ക് അറിയുന്ന കുറച്ച് ചേച്ചിമാരാണെങ്കിലും ഒക്കെ ഇദ്ദേഹം അതെല്ലാം അവർ ഷെയർ ചെയ്യുന്ന എങ്ങനെയാണ് വിത്ത് എവിഡൻസ് സഹിതമാണ്. ഇയാൾ അയച്ച അക്കൗണ്ടിൽ നിന്നിട്ട് അയാൾ മെസ്സേജ് അയക്കുന്ന കാര്യങ്ങൾ സെയിം അക്കൗണ്ട്, അയാൾ എനിക്ക് അയച്ചിരിക്കുന്ന സെയിം അക്കൗണ്ടിൽ നിന്ന് തന്നെ വേറൊരു കുട്ടീനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നതും എന്റെ കയ്യിൽ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇയാൾ വാട്സപ്പ് ഇതൊക്കെ യൂസ് ചെയ്താണ് ഒരു സമയത്ത് നമ്മളെടുത്ത് സംസാരിച്ചത്. രേവതിയുടെ അടുത്ത് സിദ്ദിഖിനെതിരെ കൃത്യമായ രീതിയിലുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. എന്റെ അടുത്തുള്ള കാര്യങ്ങളെല്ലാം എന്റെ അടുത്ത് അപ്പോഴും ഇപ്പോഴും വെച്ചിട്ടുണ്ട് ഞാൻ. സിദ്ദിഖല്ലാതെ മറ്റു താരങ്ങൾ ആരെങ്കിലും ഇത്തരത്തില് മോശമായി പെരുമാറി ഉണ്ട്, ഇഷ്ടംപോലെ. അത് പറയാൻ തുടങ്ങുകയാണെങ്കിൽ കുറെ ഉണ്ട്. നമ്മൾ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഒരാൾ മാത്രം നമ്മളോട് ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ നമ്മൾ ഒരാൾ മാത്രമായിരിക്കും ബേബി, ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ നല്ലവരായിരിക്കും. കൊച്ചുകുട്ടിയാണ്, ഒന്നും അറിയത്തില്ല. നോക്കുമ്പം ഓരോരോ ആൾക്കാർ നമ്മളോട് ബിഹേവ് ചെയ്യാൻ പോകുന്നു. എന്തെങ്കിലും ഒരു ഫിലിം ഓപ്പർച്യൂണിറ്റി വന്ന ആദ്യം നമ്മളോട് ഇതാണ് ചോദിക്കുന്നത്. ഞാൻ കുറച്ച് നേരത്തിന് മുന്നേ പറഞ്ഞിരുന്നു, അടിച്ചു കയറി ആ ഡയലോഗ് പറഞ്ഞ് ഫേമസ് ആയ ഒരാളുണ്ട്, ഒരു ആക്ടറുണ്ട്, മിസ്റ്റർ റിയാസ് ഖാൻ. അദ്ദേഹം ഇതുപോലെ ഒരു ഫോട്ടോഗ്രാഫറിന്റെ നമ്പർ കൺസെന്റ് ഇല്ലാതെ അങ്ങനെ കൺസെന്റ് ഇല്ലാതെ കൊടുത്തു. ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരും. ഒരു ഫോൺ കോൾ മാത്രമാണ്, അതിനുശേഷം അയാളെ പൊടി പോലും ഇല്ല. ഒരു ഫോൺ കോൾ വന്നിട്ട് ഇയാള് വൃത്തികേട് ഇങ്ങനെ അഴിച്ചുവിടുകയാണ്. ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ, നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ്, ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് റെസ്പോൺസ് ചെയ്യണമെന്നല്ല, മേ ബി ചോദിക്കാം, ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ. പക്ഷെ അങ്ങനെ അല്ല. ആ ഒരു ഏജിൽ ഞാൻ ഷോക്ക്ഡ് ആയിട്ട് ഫോൺ ഇങ്ങനെ വെക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തായത് സംഭവിക്കണം. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഹി വാസ് സേയിങ്, ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കൊച്ചിയിലെ 9 ഡേയ്സിനുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതി, ഇത് സോക്കോൾ ഒപ്പിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത്. ഇതുപോലെ എത്രയോ ആൾക്കാർ, ചില പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഫിലിം എല്ലാം ഓക്കെ ആയിട്ട് ലൈക്ക് വിളിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഒന്ന് വേറെ ആരുമില്ല, ഒന്ന് ജസ്റ്റ് ഡയറക്ടറുമായിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് എഡിറ്ററായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ വരും. സി വി ഹാവ് ടു സ്ലീപ് വിത്ത് ഓൾ ദീസ് മെൻ എന്ന് പറഞ്ഞിട്ട് ആ സമയമൊക്കെ എത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു സ്വഭാവം. ഓക്കെ, ഇതെന്താണ് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലും കൂടെ ഞാൻ പോയി. കാര്യം ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരു ഓഡിഷൻ എടുക്കുന്നു, നമ്മളെ ടാലന്റ് കാണുന്നു, ഈ ക്യാരക്ടറുമായിട്ട് അവർ സിമിലർ ഓക്കെ മാച്ച് ആണ്, അവർ സെലക്ട് ആവുന്നു. അതിനുശേഷം അവർ നമ്മൾ വെക്കുന്ന ഡിമാൻഡുകളും അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ വെക്കുന്ന ഡിമാൻഡുകളും ഒക്കെ നോൺസെൻസ് അല്ലേ ഇതെല്ലാം. വെളിപ്പെടുത്തൽ നടത്തി അതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് സ്വമേധയാ പോലീസ് എടുക്കുകയാണെങ്കിൽ ആ കേസിനോട് എനിക്ക് ഇപ്പൊ അത് പറയാൻ പറ്റില്ല. കാര്യം ആ സമയത്തുള്ള ഞാൻ പറഞ്ഞ പോലെ ആ സിസ്റ്റം എനിക്ക് തരുന്ന സെക്യൂരിറ്റി എത്രയാണെന്നുള്ളത് എന്റെ വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കാര്യം ഇനി എനിക്ക് ഒരു തരത്തിലുള്ള റിസ്ക്കും എന്റെ കരിയറിൽ എനിക്ക് കൊടുക്കാനില്ല. ഞാൻ കുറച്ചുകൂടെ ഞാനിപ്പോ കരിയർ ഓറിയന്റഡ് ആണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എന്റെ മനസമാധാനവും അവർ തരുന്ന ഒരു സെക്യൂരിറ്റി എന്താണ്, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് വേറെ പല പ്രശ്നങ്ങളിലും ബ്ലോക്ക് വരാൻ എനിക്ക് എന്നെ അനുവദിക്കാൻ പറ്റത്തില്ല. സോ അതൊക്കെ ഈസി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവർ എനിക്ക് തരുന്നത് എന്നുള്ളതും കൂടെ ഞാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നുണ്ട്. പിന്നെ പരാതിക്കാര് വന്നാൽ അവർക്ക് എല്ലാ സംരക്ഷണവും അവർക്ക് എല്ലാ നീതിയും വാങ്ങിച്ചു കൊടുക്കാൻ സർക്കാർ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അവർ പറയും, പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ ഇറങ്ങുമ്പോ ഈ പറയുന്ന ഒരു മനുഷ്യനെയും കാണൂല എന്നുള്ളതാണ്. അപ്പം ആ ഒരു സംഭവം, ഒരു സർവൈവൽ, അങ്ങനത്തെ ഒരു ഭയം ഉണ്ടാവാതെ ഇരിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം അവർ കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കൃത്യമായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും, ആക്ഷൻസിൽ ഇവിടെ കാണണം. അല്ലാതെ കുറെ ഇറങ്ങിയതാണ്, ഇഷ്ടംപോലെ കേസ് കൊടുത്തതാണ്, ഒരിടത്ത് പോയപ്പോഴും ഒരു സ്റ്റേഷൻ സത്യം പറഞ്ഞ പോലീസുകാർക്ക് പലപ്പോഴും അബ്യൂസ് എന്താണെന്നറിയില്ല. ഇമോഷണൽ അബ്യൂസ് എന്ന് ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ ഒരു സീനിയർ ഓഫീസറിന്റെ അടുത്ത് ഞാൻ FIR ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ഇമോഷണൽ അബ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയണം. ആൻഡ് ഹി വാസ് ലൈക്ക്, ഇമോഷണൽ അബ്യൂസ് ആണല്ലേ, അപ്പൊ കയറി പിടിച്ചിട്ടൊന്നുമില്ല. ഇത്രയുള്ള ദർ നോളജ് ഓഫ് ഈ പറയുന്ന ഹറാസ്മെന്റ്, ഇതിന്റെയൊക്കെ ഒരു നോളജ് എന്ന് പറയുന്നത് ഒന്നുമില്ല, 0ന്റെ താഴെയാണ്, മൈനസ് ആണ്. രേവതിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സ്ഥാനം പോയത് ചെറിയൊരു കക്ഷിയല്ല, അമ്മ പോലൊരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിക്കാണ്. കേരളത്തിലെ ഒരു പ്രധാന നടനാണ്, വലിയൊരു ഫോക്കസിന്റെ ഭാഗമാണ്, പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. രേവതി അത്രയൊന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇനി ഏത് തരത്തിലുള്ള ഭീഷണികൾ എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്? ഇല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇന്നലെ, ഐ ഹാവ് നത്തിങ് ടു ലൂസ്. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ മരിക്കുന്നവരെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യർക്ക് നടക്കരുത്. കാര്യം ഒരു സമയത്ത് അത്രയും നിഷ്കളങ്കമായിട്ടാണ് നമ്മൾ ഡ്രീം ചെയ്ത് വളരെ പാഷൻഫുള്ളി ഇതിനകത്ത് വന്ന ഒരു നല്ല സമയങ്ങളുണ്ടായിരുന്നു, മനസ്സിലായില്ല. ആ സമയങ്ങളൊന്നും പോയിന്നോ ഞാൻ ഇവിടെ നിന്ന് പോയിന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിരന്തരം കേട്ടോണ്ടിരിക്കുന്ന വോയിസ് ആണ്, അയ്യോ ഇപ്പൊ സിനിമയൊന്നും കിട്ടാനില്ലേ, ഇപ്പൊ ഫിലിമിലൊന്നും ഇല്ലേ. ഒരു ആർട്ടിസ്റ്റ് ഇത് നിരന്തരം കേൾക്കാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ്, മെന്റലി ഗുഡ്. അപ്പം അയാൾ എന്ത് തന്നെയാണോ, അയാൾക്ക് എന്തെല്ലാം നേടിയോ, അയാൾ നല്ലൊരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ അയാൾ എന്ത് നേടിയിട്ട് എന്ത് കാര്യം. അയാൾക്ക് അയാൾ വലിയ സംഭവമായിരിക്കാം, എനിക്ക് അയാളൊന്നുമല്ല. ഞാനൊരു സർവൈവറാണ്, എനിക്ക് അയാളൊന്നുമല്ല. എന്നെ പോലെ പല സർവൈവേഴ്സിനും അയാളൊന്നുമല്ല. അയാൾ എത്രയോ അവാർഡ് കിട്ടട്ടെ, അയാൾ എന്തെങ്കിലും മഹാനടൻ ടാലന്റ് കാണട്ടെ, അയാളെ സ്വഭാവം ശരിയില്ലെങ്കിൽ അയാൾ എന്ത് ആക്ടറായിട്ട് എന്ത് കാര്യം, ഒരു കാര്യമില്ല. ഒരു സംവിധായകനെതിരെ ഉൾപ്പെടെ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്.
ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് എന്റെ ഫസ്റ്റ് മൂവി ആയിരുന്നു. അയാള് മലയാളി ഡയറക്ടർ അല്ല, പക്ഷെ ഹിസ് എ മലയാളി, രാജേഷ് ടച്ച് റിവർ എന്ന് പറഞ്ഞിട്ട്. അത് ബൈലിംഗ്വൽ മൂവിയാണ്, തെലുഗു ഒഡിയ ആയിട്ട്. അതായിരുന്നു എന്റെ ആദ്യത്തെ സിനിമ. ആ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര മെയിൽ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. നമുക്കൊന്നും നമ്മളൊന്ന് അതായത് കുടിക്കുന്ന വെള്ളത്തിൽ പോലും, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ പോലും ആ ഒരു ഡിസ്പാരിറ്റി നമുക്ക് കാണാൻ പറ്റും, ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ പറ്റും. നീ ഒരു ടാഗ് ലൈൻ തന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ന്യൂ കമ്മർ ആണ് ഇവർ തരുന്ന ഈ ന്യൂ കമ്മർ പുതുമുഖം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനമല്ല ആക്ച്വലി തോന്നുന്നത്. അതിനകത്ത് കുറെ ഹിഡൻ മീനിങ്സ് ഉണ്ട്. ഇൻഡസ്ട്രി നമുക്ക് തരുന്ന കുറെ ഹിഡൻ മീനിങ്സ് ഉണ്ട്. നമ്മുടെ ബേസിക് റൈറ്റ്, നമ്മുടെ ഹ്യൂമൻ റൈറ്റ് പോലും നമ്മൾ മറക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്ന വിഷയം. ഈ ന്യൂ കമ്മർ എന്ന് പറയുന്ന ടാഗ് ലൈൻ പലപ്പോഴും ഒരു ഹിഡൻ അജണ്ടയാണ് എന്നുള്ളതുകൊണ്ട് അതൊരിക്കലും ഒരു അഭിമാനിക്കേണ്ട കാര്യമല്ല. അപ്പം അയാളും ഇതുപോലെ തന്നെയാണ്, ഒന്നും മാറ്റി നിർത്തേണ്ട ആളൊന്നും അല്ല. പക്ഷെ എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹമാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ഒക്കെ ഇരിക്കുമ്പോൾ തന്നെ സഡൻലി പിടിച്ച് വലിക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഷൂട്ട് തുടങ്ങി കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞപ്പം ഭീകരമായിരുന്നു അയാളുടെ സെക്ഷൽ ചൊവ്വ കലർത്തിയ സംസാരങ്ങളും അറ്റാക്കുകളും. പക്ഷെ ഇയാള് ഈവൻ സെറ്റിലുള്ള എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും നോബഡി വിൽ സ്പീക്ക്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ചാൻസ് പോകണ്ട. ഇയാള് വളരെ നോൺസെൻസ്ഫുള്ളിയാണ് ഇയാളെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു കാര്യം, സുനിത കൃഷ്ണനാണ് അതിന്റെ കോ പ്രൊഡ്യൂസറും. സുനിത കൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ വൈഫ്. ഷീ ഈസ് ഓൾസോ കോ പ്രൊഡ്യൂസർ ഓഫ് ദ മൂവി. അതിന് അന്ന് സ്കെഡ്യൂള് ചെയ്ത നെയിം പട്നഗർ എന്നായിരുന്നു. ഇപ്പൊ റിലീസ് കഴിഞ്ഞ ഒക്ടോബറിൽ ചെയ്തപ്പോൾ മൈൻഡ് ഗെയിം എന്നായിരുന്നു അതിന്റെ റിലീസ് നെയിം വന്നിട്ട്. അപ്പം സുനിത കൃഷ്ണന്റെയൊക്കെ ഒരു റിയാക്ഷൻ ഉണ്ട്. അതായത് എന്റെ ഷൂട്ടിന്റെ സമയത്ത് ഒരു ദിവസം പോലും അവർ ആ സെറ്റിൽ ആകെ ഒരു ദിവസം മാത്രമാണ് അവർ സെറ്റിൽ വന്നു. ബാക്കി ഒരു ഡേയും അവർ സെറ്റിൽ വന്നിട്ടില്ല. സോ ആ ദിവസം പോലും എനിക്ക്, ആ ദിവസം എന്നൊക്കെ പറയുന്നത് എന്റെ ഏറ്റവും കൂടുതൽ ഭയങ്കര ട്രോമ ആയിട്ട് ഞാൻ അനുഭവിച്ചിരിക്കും. ആണ് അവർ. ഞാൻ ഒരു സമയത്ത് സുനിത എന്ന് പറയുന്നത് ഞാൻ വളരെ റീഡ് ചെയ്യും, അവരുടെ ലൈഫ് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. രാജേഷ് സാറിനോടൊക്കെ ഞാൻ ചോദിക്കും, രാജേഷ് സാറെന്ന് ഉപയോഗിക്കുന്ന അന്നത്തെ ഒരു രീതി വെച്ച് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാനതൊന്നും യൂസ് ചെയ്തില്ല. അപ്പം പുള്ളിയോട് ഞാൻ ചോദിക്കും, ലൈക്ക് അവരെ കുറിച്ച് ചോദിക്കും കാര്യങ്ങൾ. ബിക്കോസ് ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഗാങ് റേപ്പ് സർവൈവർ ആണ്. അപ്പം അതിന്റെ ഒരു റെസ്പെക്ട് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു അതാ ഞാൻ പറഞ്ഞു, ഈ പലപ്പോഴും എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ പോലും ദേ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. നമ്മളത് നമുക്കൊരു എക്സ്പീരിയൻസ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും. പുറത്തുനിന്ന് കാണുമ്പോൾ അയ്യോ അവരൊക്കെ ഭയങ്കര റെവല്യൂഷണറി ഫിഗേഴ്സ് ആണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ ആക്ച്വൽ സെൻസിൽ അതായിരിക്കില്ല. കാര്യം ഞാൻ റെസ്പോണ്ട് ചെയ്തപ്പോൾ അവർ ആദ്യം എന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രൊമോഷൻസും തരത്തില്ല എന്ന് പറഞ്ഞ് ഭീഷണി, അത് ബ്ലാക്ക് മെയിലിംഗ് ആണ്, എനിക്ക് പ്രൊമോഷൻ തരില്ല. എനിക്ക് പ്രൊമോഷൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് ഞാൻ ഇന്ന് പണ്ടകർ അല്ലെങ്കിൽ മൈൻഡ് ഗെയിം ആ ഫിലിമിനെ ഞാൻ ഫസ്റ്റ് ഫിലിമായിട്ട് കാണുന്നില്ല. ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, അതാണ് എന്റെ സ്റ്റാർട്ടിങ്. സ്ക്രാച്ചിലാണ് ഞാൻ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്, തിയേറ്ററാണെങ്കിലും എല്ലാം. അപ്പം അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ. അപ്പം ഈ പുള്ളിക്കാരത്തിയാണെങ്കിലും എനിക്ക് അന്നുണ്ടായിരുന്ന പേയ്മെന്റ്, അതായത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എത്തിയപ്പോ ഹറാസ്മെന്റിന്റെ അങ്ങ് അറ്റമായിരുന്നു. ആരും എന്നെ വിശ്വസിക്കുന്നില്ല, എന്റെ ഒരു സെറ്റ് എന്നെ ബ്ലെയിം ചെയ്യുന്നു. സോ ഞാൻ അവിടെ ഒരു മൊമെന്റിൽ എത്തിയപ്പോ എനിക്ക് ബാക്കി പൈസയും കിട്ടാനുണ്ട്. അത് ഓൾറെഡി ലേറ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞു അവരടുത്ത് എനിക്ക് ബാക്കി പൈസ തന്നാലേ ഞാൻ അഭിനയിക്കൂ. ബിക്കോസ് എനിക്ക് സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു. അൾട്ടിമേറ്റ്ലി ആ പൈസ എന്ന് പറയുന്നത് ഞാൻ പണി ചെയ്ത എന്റെ ലേബർ, ഞാൻ ചെയ്ത പണിയുടെ കൂലിയാണ്. അത് ചോദിക്കാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. അത് ചോദിച്ചതുകൊണ്ട് മാത്രം ഇത് ഒരു ദിവസം കൊണ്ട് മാത്രമാണ് ഈ പുള്ളിക്കാരത്തി കാണുന്നത്, സുനിത കൃഷ്ണൻ കാണുന്നത്. അവരാകെ സെറ്റിൽ എന്നെ കാണുന്നത് ഒരു ദിവസമാണ്. പ്രൊമോഷൻ എന്തോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ആദ്യത്തെ പ്രസ് മീറ്റിന് എന്തോ ഒരിക്കൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ ദിവസമാണ് ഇവർ ഫസ്റ്റ് ടൈം എന്നെ കാണുന്നത്. സോ അവർ കാണുമ്പോൾ ഞാൻ പൈസ ഡിമാൻഡ് ചെയ്യുന്നു. പിന്നെ ആരൊക്കെ പറഞ്ഞത് വെച്ചിട്ട് അവരെന്നെ ജഡ്ജ് ചെയ്താണ്. ഒരു സമയം പോലും അവർ എന്റെ അടുത്ത് സിറ്റ് ചെയ്ത്, ഐ മീൻ എന്റെ കൂടെ ഇരുന്ന് എന്താണ് സംഭവിച്ചത്, രേവതി എന്താണ് നേരിട്ട് നമ്മളോട് തുറന്നു പറയും എന്ന് പറയുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തു. ബീങ് എ വിമൺ, ബീങ് ആൻ അനദർ സർവൈവർ. അവരെന്നെ ആക്ച്വലി അവർ സംസാരിച്ചതൊക്കെ ലൈക്ക് ഞാൻ എന്റെ സെറ്റിൽ വന്ന മോശമായിട്ട് ഒരു ട്രബിൾ മേക്കർ, ഞാൻ സെറ്റിൽ ബിഹേവ് ചെയ്യാൻ അറിയാത്ത ഒരാളാണ്, ന്യൂ കമ്മേഴ്സ് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫസ്റ്റ് ഫിലിമാണ്, ഇങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്താൽ ഒരിക്കലും ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. സോറി. പാർട്ണറെ കുറിച്ചുണ്ടായിരുന്ന പരാതി അവര് വില വെച്ചില്ല, മാത്രമല്ല നിങ്ങൾക്കെതിരെ സംസാരിക്കും. പാർട്ണറിനെ കുറിച്ചുള്ള പറയാൻ അന്ന് ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് അതിന്റെ റിയാക്ഷൻസ് ഒക്കെ ഫസ്റ്റ് ടൈം ഉണ്ടാവുന്നത്. പക്ഷെ അന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ പറയണം എന്നുണ്ടായിരുന്നു. സീ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഞാൻ മണി ചോദിച്ചു, ഞാനൊരു ട്രബിൾ മേക്കർ ആണ്, ഞാൻ എന്താണ് സെറ്റിനകത്ത് ബഹളം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്, ദ കോസ്. ആ കോസ് ആരും ചോദിച്ചില്ല. ബഹളം ഉണ്ടാക്കി എന്നുള്ള റിയാക്ഷനിൽ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്തത്. എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന റെസ്പോൺസ് ആണ്. എന്താണ് ട്രിഗർ ചെയ്ത്, എന്താ സ്റ്റിമുലസ്, എന്താണ് കാരണം എന്ന് അവരെങ്കിലും ചോദിക്കുമെന്ന് ചോദിച്ചു. അവർ ചോദിച്ചിട്ടില്ല. പകരം അവിടെയാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് എല്ലാവരും പിന്നെ പല രീതിയിൽ വൈറ്റ് വാഷ് ചെയ്യുന്ന കോ പ്രൊഡ്യൂസർ ആയിരുന്നു. സോ അതുകൊണ്ട് അവർക്ക് വൈഫ് എന്നൊരു സാധനം ഞാൻ മാറ്റി നിർത്തുന്നത്. ഇറ്റ് ഡസന്റ് മാറ്റർ ടു മീ.
ആസ് എ കോ പ്രൊഡ്യൂസർ ക്രൂവിന്റെ ഒരാളെന്ന നിലയിൽ അവർക്ക് എന്നോട് കാര്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ട് രേവതി റെസ്പോണ്ട് ചെയ്തു? രേവതി റെസ്പോണ്ട് ചെയ്യുന്ന ഇവിടെ റീസൺ ഉണ്ടായിരുന്നു. എനിക്കത് ആ സമയത്ത് പറയാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ദ എൻറ്റയർ സെറ്റ് എന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയി. എനിക്കത് അത്രത്തോളം മനസ്സിലെടുക്കാൻ പറ്റുന്നില്ല. അവർ നോക്കുമ്പോൾ പൈസ ചോദിച്ചു, ഇനിയിപ്പോ പൈസ ചോദിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, അത് എന്റെ പൈസ അല്ലേ, ഞാൻ വർക്ക് ചെയ്ത പൈസ അല്ലേ. തുടക്കക്കാരി ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാമോ? പിന്നെ ഞാൻ മേക്കപ്പ് ക്രൂവിന്റെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചതിന് പോലും ഇയാൾ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. രാജേഷ് സംവിധായകരുടെ ഭാഗത്തു നിന്നുണ്ടായ മോശമായ പെരുമാറ്റത്തെ കുറിച്ചാണ് അവരോട് സൂചിപ്പിച്ചിരുന്നത്. അന്ന് ആ പെർട്ടിക്കുലർ ടൈമിൽ സൂചിപ്പിക്കാനുള്ള ഒരു സ്പേസ് എനിക്ക് അവർ തന്നില്ല. ഞാൻ പോയിരുന്നു, എനിക്ക് ഇച്ചിരി സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ സംസാരിച്ച ഉടനെ തന്നെ അവർ എന്റെ അടുത്ത് പ്രൊമോഷൻ തരില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒന്നും പിന്നെ അധികം സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്നെ ഭയങ്കര ഹേർട്ടായി. ഞാൻ ചെയ്തൊരു ആദ്യത്തെ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രധാനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, അയാൾക്ക് രാജിവെച്ച് പോകേണ്ടി വരുന്നു. അപ്പം നിങ്ങൾ തുടങ്ങിയ ഈ പോരാട്ടത്തിൽ കൂടുതൽ ആളുകൾ, ഇത്തരം ദുരനുഭവം ഉണ്ടായ ആളുകൾ അണിനിരക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്കൊരു ഊർജ്ജം നൽകും ഈ നീക്കം കരുതുന്നുണ്ടോ? ഇല്ല, എല്ലാവരും ഒന്നോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലോ എല്ലാം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരുമിച്ചാണ്. സ്ത്രീകൾ തന്നെയാണ് എല്ലാത്തിനും ഇറങ്ങി തിരിച്ചത്. ഇവിടെ ആരും ഒന്നിനും സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വെച്ച് തന്നല്ല. എല്ലാത്തിനും ബിഹൈൻഡിലും നമ്മളൊക്കെ നമുക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം ആ ഒരു ടുഗദർനെസ് എപ്പോഴും നമുക്ക് മുന്നോട്ട് വേണം. അതുപോലെ ആര് മുന്നോട്ട് വന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വെൽക്കമിങ്ങും ആണ്, അത് വലിയൊരു കോൺട്രിബ്യൂഷനും ആണ്. അവനവനെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിനപ്പുറത്തേക്ക് നമുക്ക് കൂടുതൽ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്, ഒരാൾ വന്ന് പറയണോ വേണ്ടയോ നിൽക്കണോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് അവരുടെ ലിബർട്ടി ആയിട്ട് നമ്മൾ വിട്ടുകൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇതിന്റെ മൂല കാരണം. കാരണം 2 വർഷങ്ങൾക്ക് മുൻപ് ഇത് വെളിപ്പെടുത്തൽ നിങ്ങൾ നടത്തിയപ്പോൾ വിസിബിലിറ്റി അന്ന് കിട്ടിയിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിനുശേഷം ആദ്യം ഈ പറയുന്ന വ്യക്തി അമ്മ ജനറൽ സെക്രട്ടറി രാജിവെക്കുന്നു, ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെക്കുന്നു. ഇതിന്റെ ഒരു കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണെന്ന് കരുതുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്, അതിന് വലിയൊരു പങ്കുണ്ട്. അതുപോലെ ഓരോ ഇൻഡിവിജ്വൽ പങ്കുകളും ഉണ്ട്. നമുക്ക് ഹേമ കമ്മിറ്റിക്ക് വലിയൊരു പങ്ക് ഉള്ളതിന്റെ കൂടെ തന്നെ ഒത്തിരി പേരുടെ സ്ട്രഗിൾസും ഒത്തിരി പേരുടെ ഫൈറ്റ്സും ഒത്തിരി പേരുടെ വെളിപ്പെടുത്തലുകളും എല്ലാവരും അവരുടെ കരിയർ ഇത് ചെയ്തതും എല്ലാത്തിനും പങ്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സബ് ഇൻസ്പെക്ടർ, അതായത് പൂന്തുറ സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു സബ് ഇൻസ്പെക്ടർക്ക് ഉൾപ്പെടെ എതിരെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. വളരെ മോശം പെരുമാറ്റം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതെ, പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കൊരു സർവൈവറിന് മാക്സിമം 2 മുതൽ 3 അബ്യൂസസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ ഇവിടെ ലെറ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നുള്ളൂ ഒരു സമയത്ത്. അയ്യോ, ഇത്രയും ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നത് പലതരത്തിലുള്ള അബ്യൂസിനെ കുറിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ആ പറയുമ്പോൾ അവരെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അത് ഇത്രയും ആളുകൾ നിന്നെ എങ്ങനെ കയറി പിടിച്ചു. അപ്പൊ എല്ലാവർക്കും ഈ പിടുത്തം ഇതിലാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ആളുകൾ എങ്ങനെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്, ഈ ഒരൊറ്റ വിഷയമാണ് ഇവിടെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതേ ഇവിടുത്തെ ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ആണ്, അബ്യൂസിനെ കുറിച്ചിട്ട് വിവരമില്ലായ്മയാണ്. അപ്പം സ്റ്റേഷനിൽ പോയപ്പോൾ അങ്ങനെ പറയേണ്ടി വന്നതെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ആക്രമണം ഞാൻ നേരിട്ടിട്ടുണ്ട്. കാരണം കുറെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്, കുറെ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇൻഡസ്ട്രി നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് സോഷ്യൽ മീഡിയ നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇട്ടിട്ട് പോയാൽ പോലെ, നിങ്ങൾ എന്തിനു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഏറ്റവും കൂടുതൽ അടുത്തൊരു കൈൻഡ് ഓഫ് റേപ്പില് പോയേണ്ടി വന്ന ഇടങ്ങളാണ്. അപ്പൊ അതിലെ കുറെ മുഖങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നു എന്നുള്ളതാണ്. അത്ര പ്രതികരണം ഇതൊക്കെ തന്നെയാണ്. അയാളെ രാജിവെക്കേണ്ട ആളാണ്, അയാളെ ഡിസേർവിംഗ് ആണ്, ടോട്ടലി ഡിസേർവിംഗ് ആണ്. ഇതിന് മുന്നേ ചാപ്റ്റർ എടുത്തെറിയേണ്ട കേസാണ്. അപ്പൊ ഇത് തന്നെ അയാൾ മറ്റേ 2 ലൈൻ എഴുതി ഇങ്ങനെ കൊടുത്തു എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അടുത്തൊരു കൈൻഡ് ഓഫ് ടാക്ടിക്സ് ആണ്. ഹീസ് കണ്ണിങ്, ഈസ് എ കണ്ണിങ് പേഴ്സൺ, ഈസ് എ ക്രിമിനൽ. ഹി നോസ് എങ്ങനെ നിൽക്കണം ആളുകളുടെ ഇടയിൽ, എങ്ങനെ സിമ്പതി പിടിച്ചു പറ്റണം, എമ്പതി എങ്ങനെ പിടിച്ചു പറ്റണം, എവിടെ എങ്ങനെ അടിക്കണം എന്ന് കൃത്യമായി അറിയുന്ന ഒരാളാണ്.